നമസ്കാരം കൂട്ടുകാരെ, ശാലിനി ടീച്ചറിന്റെ നിത്യതി നൃത്ത നാട്യ കലാലയിലേക്ക് ഭാരത നടനത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ നിത്യതി അനാമിക മോളുടെ ഒരു ഡയറക്ഷൻ അവർക്ക് കൊടുത്തിരിക്കുന്ന ഹോംവർക്ക് അല്ലെ, പ്രോജക്ട്. അതാണ് ഇപ്പൊ നിങ്ങൾ എല്ലാവരും കാണാൻ പോകുന്ന. ഏത് പാട്ടാ മോളെ? കാഞ്ചനയിലെ സൂറക്കാട്ട പോലെ കംപ്ലീറ്റ്, അതായത് വീഡിയോ എഡിറ്റിംഗ്, കൊറിയോഗ്രാഫി, ഡ്രസ്സിന്റെ ഇത്, മേക്കപ്പിന്റെ അല്ല, മേക്കപ്പ് ഞാൻ ചെയ്തില്ല, ഡ്രസ് മേക്കപ്പ് ഞാൻ ചെയ്തു കൊടുത്തില്ല, ഞാൻ പറഞ്ഞതുപോലെ. ശരി, അപ്പൊ നമുക്ക് കാണാം നമ്മുടെ നിത്യതി അനാമിക മോളുടെ ഡയറക്ഷൻ കാണാം. ശരി. കൊടിയവനിൻ കഥയ മുടിക്ക കൊലവളയ തേടി കടിക്ക ആറ് നാറാ ഉടമ്പ കിളിക്ക നടി തെരുവിൽ സദറാടിക്ക പുഴുവ പോലെ നസുകിയെറിയ പുളിച്ചടത്തോ തെളിച്ചു നടക്ക തുണ്ടു തുണ്ടാ നറുക്കി എടുക്ക തുള്ള വെച്ച് ഉസുറയെടുക്ക സന്തതിക്ക് അതിർച്ചു കൊടുക്ക സകലവിധ വധകൾ പുരിയവേ വെഞ്ചിന വെഞ്ചിന പൊങ്ക വിളയാടവര കാഞ്ചന മരം പോലെ വര കാഞ്ചന കിച്ചിട 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 കുന്ന കിളിച്ചെറിയ പോറാ കതറ 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 കുന്നൻ കഥ മുടിക്ക പോറാ വന്നിട്ട 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 വന്നിട്ടടാ സൂറക്കാത്ത പോലെ വരാടാ സതുക്ക് പോട്ട് അടിക്ക വരാടാ ആണും പെണ്ണോ കലந்து വരാടാ വണ്ണ തിരിച്ചു മേഘൊഴുക്ക് വരാടാ വെഞ്ചിന വെഞ്ചിന പൊങ്ക വിളയാട വരാ കാഞ്ചന വെട്ടിയ മരം പോലെ വനസായിക്ക വരാ കാഞ്ചന மலைகள் கழுத்தில் உருள கண்களை பார்த்தால எவனும் மிரள அகல வேளையில் வேட்டைக்கு வரல அதிரி புதிரியாச்சு அப்பளம் போலவே எதிரி நொறுங்க அங்கவும் இங்கவும் உடல்கள் சென்றற எப்பவும் எங்கவும் காணாத ராட்சசி எதிரினில் வந்தாச்சு கும்பவி முக்கனும் கோதுமை நகனும் கண்ணாடி விரிய துணிய சார பாம்பு சுருட்ட பாம்பு வெள்ளிக்கோள் வரைய நகரும் அவள பாம்பு மண்ணுடி பாம்பு பசு சாம்பல் தண்ணி பாம்பு குடி விரியனும் கட்டு விரியனும் கூடி சீரவே சூற காத்த போல வராடா போட்டு அடிக்க வராடா ஆணு பெண்ணோ கலந்து வராடா வண்ண തിരിച്ചു മേഘൊഴുക്ക് വരാടാ. ഇങ്ങനെയല്ല. നമസ്കാരം എന്തിനാണ് ഇപ്പൊ പറയുന്നത്? അവസാനത്തെ ഷോട്ട് എങ്ങനെയുണ്ടോ? വളരെ നല്ലതായിരുന്നു. വളരെ നല്ലതായിരുന്നു. അതായത് ഞങ്ങൾ എല്ലാവരും, നമ്മുടെ ഡയറക്ടർ അനാമികയാണ്, അനാമികയുടെ ഡ്രീം പ്രോജക്റ്റ് എന്നുള്ള രീതിയിലാണ് ഈ ഡാൻസ് എടുത്തത്. അനാമിക പോലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ച് അനാമികയുടെ കൊറിയയിൽ ചെയ്തെടുത്ത ഒരു ഡാൻസാണ്. പക്ഷെ ഇതിൽ എല്ലാവരുടെയും നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ഉണ്ട്. അതിന്റെ റിസൾട്ട് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീലക്ഷ്മിക്ക് എന്താണ് തോന്നുന്നത്? വളരെ മനോഹരം. ആദ്യത്തെ ദിവസം പഠിപ്പിച്ചേണ്ടത് ഞാൻ ഉണ്ടായിരുന്നില്ല, അനാമികയാണ് കേട്ടോ ഇതിന്റെ ഫുൾ കൊറിയോഗ്രാഫി. അപ്പോ ആദ്യ ദിവസം പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, പിറ്റേ ദിവസം വന്ന് ചടുപട പെട്ടെന്ന് പഠിച്ചെടുത്തു. അപ്പൊ എന്റെ ടെൻഷൻ ഉണ്ടായിരുന്നു ഈ സ്പീഡിന് ചെയ്തെടുക്കാൻ പറ്റുന്നു. പക്ഷെ നല്ലപോലെ എല്ലാരും സിദ്ധി പറഞ്ഞ കണക്ക് നല്ല ഹാർഡ് വർക്ക് ഉണ്ട്. അതുകൊണ്ട് നല്ല റിസൾട്ട് കിട്ടുമെന്ന് നല്ല പ്രതീക്ഷയുണ്ട്. എല്ലാം നല്ല. ദൈവം, എനിക്ക് മാത്രമാണല്ലോ ഇപ്പൊ പ്രതീക്ഷ ഇല്ലാതെ ഞാനിത് എന്താവും ഒന്നാമതേ ഒരു കോൾ ചെയ്തു എന്റെ അടുത്ത് ഫ്രണ്ട് വന്ന് നിൽക്കുന്നു. ഓക്കെ, പറഞ്ഞോ. ഒന്നാമത് ഞങ്ങൾക്ക് ഇതേ കണക്കത്തെ പാട്ട് കേട്ടാ ഹരമാണ്. എനർജി നമ്മുടെ എല്ലാരെയും വൺ ഓഫ് ദ ഫേവറേറ്റ് സോങ് ആണ്. ഇത് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും കളിക്കണമെന്ന് വെച്ചപ്പം ഈ ഇടയിലൊരു നമ്മളൊരു റീല് പോലെ എന്തോ ഒന്ന് കണ്ടപ്പോ ഞാൻ അന്നേ സങ്കല്പിച്ച് അനാമിക അത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ എന്റെ ഒരു സിദ്ധിയ വന്ന് പറഞ്ഞത് ഇത് എടുക്കുകയാണ്. അപ്പൊ ഞാൻ ആ റീല് കണ്ടിട്ടാവാനാണ് ചാൻസ്. ഓൾറെഡി ഞാൻ ഇത് നിങ്ങൾക്ക് എപ്പോ ഷൂട്ട് വന്നാലും ഇത് ചെയ്യും എന്ന് പ്രീ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ കാര്യം ഞാൻ മറന്നേ പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു റീലിൽ ഇത് കണ്ടപ്പോ ഞാൻ
ഞാനിത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അങ്ങനെ. പിന്നെ ഇട്ടു. അനാമികയുടെ വലിയൊരു എഫേർട്ട് ഉണ്ട് ഇതില്, സത്യം. കാര്യം ഫുള്ള് കൊറിയോഗ്രാഫ് ചെയ്തത് ആളാണ്. നമ്മളൊന്നും അങ്ങനെ സജഷനോ ഒന്നും പറഞ്ഞില്ല. പിന്നെ നമ്മൾ ഇടയ്ക്ക് എന്തെങ്കിലും കാണിക്കുമ്പോ പറയും അങ്ങനെ പറയുന്നല്ലാണ്ട് മീൻസ് അവള് പോലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ നമ്മളെ എത്രയും പേരെയും പഠിപ്പിച്ച് എടുത്തിപ്പോ ശ്രീലക്ഷ്മി ആദ്യമേ ഇല്ലായിരുന്നു, പിന്നെ ശ്രീലക്ഷ്മിയെ വന്ന് പഠിപ്പിച്ച് എല്ലാം ചെയ്തത് ആളാണ്. ഇപ്പൊ വീഡിയോ എടുക്കുന്നതും ഡ്രസ്സിങ് ആയാലും ഫുൾ ഇങ്ങനെ വരണം എന്നുൾപ്പെടെ പറഞ്ഞത് അതാണ്. അപ്പം ആ ഒരു എഫേർട്ടിന്റെ ഒരു ഫലം അത് ഈ വരണം എന്ന ആഗ്രഹമുണ്ട്. വരുമായിരിക്കും. ചിലപ്പോ ഒരുപാട് നെഗറ്റീവ് വരും. എന്തായാലും നമ്മൾ നല്ല ഹാപ്പിയാണ്. കാര്യം ഇങ്ങനെ ഒരു ഷൂട്ട് കിട്ടിയതും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയതും. വേദനിച്ചതാ. ജന വാസുകി എന്താണ് അഭിപ്രായം? നല്ലതായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കൊറിയോഗ്രാഫി ആയാലും നമ്മുടെ ഓരോരുത്തരുടെ രൂപം ആയാലും അതുപോലെ തന്നെ നമ്മള് മീൻസ് എല്ലാ ഒരാളുടെ ഇതില് നമ്മള് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈം അല്ലേ നമ്മൾ ചെയ്യുന്നേ. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൈകടത്തൽ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഒരു ഫ്യൂഷനിലായിരിക്കും. പക്ഷെ നമ്മളായിരുന്നു. അതെ അതെ. അപ്പൊ അതുപോലെ ഫോട്ടോ വീഡിയോ ഫുൾ എടുക്കുന്ന അതെ, അങ്ങനെ നമ്മളെ ഡയറക്ടർ എല്ലാം ചെയ്യുന്ന ഒരു ഡയറക്ടറായി മാറി. അതുകൊണ്ട് നല്ലതായിരുന്നു. അതിൻ്റെതായ ഒരു റിസൾട്ട് വരുമായിരിക്കും. ശുഭപ്രതീക്ഷ. അഭിരാമി പറഞ്ഞു. എന്ത് പറയണെന്ന് അറിഞ്ഞൂടെ. നമുക്ക് എല്ലാവർക്കും ചേരുന്ന വേഷമാണ് അനാമിക നമുക്ക് തന്നത്. സത്യമായിട്ട് ഇന്ന് ഇവർ ആദ്യം കണ്ടപ്പോ ഞാൻ പറഞ്ഞത് ഇതിലും യോജിച്ചൊരു വേഷം നിങ്ങൾക്ക് ഇനി ഇല്ല. ഇത് ഇതിലുണ്ട് ഒരു സൗന്ദര്യം. ഭംഗി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്ത് ഭംഗി. മീനാക്ഷി ഒന്നും ചിരിച്ചിട്ടില്ല. അയ്യോ അത് കേട്ടില്ല. എന്താ പറഞ്ഞേ? 6 5 പറഞ്ഞത്. വേണ്ട, എന്നെ അതാണ് നല്ലത്. അനാമിക ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇത് കാണുമ്പോ തന്നെ മനസ്സിലാവും. ആ ഡാൻസ് കാണുമ്പോ മനസ്സിലാവും അനാമികയുടെ ഒരു. ഇവരെന്നെ ഇങ്ങനെ പറഞ്ഞു ദൈവം എനിക്ക് പേടിയാവുന്നു. എഡിറ്റിങ്ങിലാണ് സൗന്ദര്യം ഞാൻ അറിയാം. തീയും പുകയും ഒക്കെ ഇടും. നിങ്ങൾ ആരെയും കാണിക്കൂല. നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല അങ്ങ് ക്ഷീണിച്ചു ഞാൻ. നല്ല അങ്ങ് ടയേർഡായി. ഇനി ഒരു 2 ഷോട്ടും കൂടി എടുക്കാനുണ്ട്. നല്ല സ്പീഡാണ്. മൈക്ക് ഇല്ലാതെ മീനാക്ഷി ഇടുന്ന അവിടെ നിന്ന് എന്തൊക്കെയോ പറയും. കേൾക്കാൻ പറ്റുമെന്ന് മേ ബി കേൾക്കുമായിരിക്കും. ശുഭപ്രതീക്ഷ അതിന്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അല്ല, ഇപ്പഴേ നമുക്ക് എല്ലാവരും കൂടെ ചേർന്ന് നിന്ന് ഒരുപാട് ഷോട്ട് ഉണ്ട്. ഇപ്പൊ 2 പേരൊക്കെ വെച്ചാണെങ്കിൽ കുഴപ്പമില്ല. അപ്പം ഞാനിപ്പോ തെറ്റിക്കുവാണെങ്കിൽ ഇവർ ഇത്രയും പേര് കറക്റ്റ് ആയിരിക്കും. അങ്ങനെ ഒരുപാട്. പക്ഷെ നമ്മള് നോർമലി ഷൂട്ട് എടുക്കുന്നതിന്റെ കുറച്ച് എക്സ്ട്രാ ടൈം എടുത്തായത് ചെയ്തത്. കാരണം ഒന്നിച്ച് വരുന്ന അത് 2 ദിവസം. പിന്നെ അതുമല്ല, നമ്മള് മണിക്കൂർ ഇപ്പൊ ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്ക് അത്ര എഫേർട്ട് ഇട്ട് തന്നെ ചെയ്യണം. ആ റിസൾട്ട് കിട്ടുന്നവരെ ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് പിന്നെ ഒരു വിഷമമായി പോകും. കാര്യം അയ്യോ അത് ഒന്നുകൂടെ ആദ്യമായിട്ടാണ് ചേച്ചി നമുക്ക് ഇത്രയും സമയം തന്നത്. കാരണം ചേച്ചി എന്റെ അടുത്ത് പറഞ്ഞൊരു സെന്റൻസ് ഉണ്ട്, മക്കളെ എനിക്ക് ഇപ്പൊ വിശ്വാസമാണ്, കുറച്ച് സമയം കിട്ടിയാലും നിങ്ങൾ ചെയ്യും, അതുകൊണ്ട് നിങ്ങൾ സമയം എടുത്ത് ചെയ്തോളാം, ഇല്ലെങ്കിൽ ചേച്ചി സമ്മതിക്കില്ല. വേണ്ട, നല്ല സ്പീഡിൽ അത്ര സ്പീഡ് ചെയ്യാനേ പറയൂ. നമ്മളെടുത്തതിൽ ഏറ്റവും സമയം കൂടുതൽ എടുത്ത ഷൂട്ടും ഉള്ള ഡാൻസ് ഇതാണ്. പ്രാക്ടീസ് നമ്മൾ ഒരാഴ്ച ശ്രമിച്ച് പ്രാക്ടീസ് ചെയ്തിരുന്നെങ്കിൽ മേ ബി ഇത്ര ഷോട്ടിന്റെ ആവശ്യം വേണ്ട. അരമണിക്കൂർ പഠിപ്പിക്കും, അരമണിക്കൂർ ഒന്ന് ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യും. പിന്നെ നമ്മൾ വീട്ടിൽ ഓരോരുത്തർ ചെയ്യുന്ന പോലെ അല്ലല്ലോ, നമ്മൾ ഒരുമിച്ച് ചെയ്യുമ്പോ കുറച്ചുകൂടെ മനസ്സിലാവും ഇവിടെയാണ് മിസ്റ്റേക്ക് എന്നുള്ളത്. ഇപ്പൊ സ്വന്തമായിട്ട് ചെയ്യുമ്പോ നമ്മൾ ചെയ്യുന്ന കറക്റ്റ് എന്നുള്ള രീതിയിലേ പോകത്തുള്ളൂ. എന്തായാലും എല്ലാവരും നല്ല രീതിയിൽ എഫേർട്ട് ഇട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, ഒരുപാട് സന്തോഷം. അതായത് ഞാൻ എന്താണോ പ്രതീക്ഷിച്ചത്, ഞാൻ എന്താണോ ആഗ്രഹിച്ചത്, അത് എനിക്ക് കിട്ടിയതുപോലെ ഉണ്ട്. അത്രയും എഡിറ്റിംഗിലാണ്. പിന്നെ നിങ്ങള് അതെ എഡിറ്റിംഗിലാണ്. പിന്നെ നിങ്ങൾ ഓരോരുത്തരും സത്യമായിട്ടും ഒരു മടിയും കാണിക്കാതെ ഈ ഡാൻസ് ഞാൻ ഡാൻസ് ചെയ്യുന്നതാണല്ലോ, ഈ കാണാൻ പറയാം എന്തുമാത്രം കാല് വേദനിക്കുന്നുണ്ട്, ക്ഷീണിക്കുന്നുണ്ട്, ഇതെല്ലാം എനിക്ക് മനസ്സിലാവും. അതുകൊണ്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നോക്കി ഞാൻ ചിരിച്ചോണ്ടിരുന്നേ. അതായത് അത്രയും ഒരു സ്ട്രെയിൻ എടുത്ത് എഫേർട്ട് എടുത്തായാലും നിങ്ങൾ അത് ചെയ്തില്ലേ എനിക്ക് വേണ്ടി. ടീം വർക്ക്. അതെ, ഒരുപാട് സന്തോഷം. അതെ, ഇതാണ് നിത്യതയുടെ ബോണ്ട്. ഈ പാട്ട് നമുക്കൊരു ഹരമാണ്. അപ്പൊ അതെ, ഡയറക്ടറെ വിശക്കുന്നു, എനിക്കും വിശക്കുന്നു. വന്നില്ലെങ്കിൽ ഞങ്ങൾ പരാതി പറയാം അടുത്ത ഷൂട്ട്. ഇത് ഇടാൻ സമ്മതിക്കില്ല. എനിക്കും വേണം, വിശക്കുന്നു. നമുക്കിത് കഴിഞ്ഞിട്ട് പോയി 1 കിലോ ഏത്തപ്പഴം വാങ്ങി തിന്നാം. അത് ശരിയാണ്, ദാരിദ്ര്യായല്ലേ. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത നല്ലൊരു വീഡിയോ ഉടൻ തന്നെ കാണുന്നതായിരിക്കും.
ഈ കോലത്തിൽ പോയി കഴിക്കുന്ന ഞാൻ കുഴപ്പമില്ല, ഞാൻ സേഫ് സോണാ. ഓക്കെ, അതൊന്നും നല്ലത് നമ്മൾ തന്നെ. അത് ശരിയാ. ക്യാമറ ഞാൻ തിരിച്ചു കാണിക്കാത്ത മെയിൻ റീസൺ അതാ, എന്നെ ഇപ്പൊ കാണാത്തതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പൊ അടുത്തൊരു നല്ല വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും. ബൈ.